പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് കീഴ്പ്രഭാഷണത്തിൽ നിന്നുള്ള ആദ്യ ഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ് കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. നടത്തി കർത്താവിനെ അനുഗമിച്ച് ഒരു പുരുഷാരം വരികയും ആ പുരുഷാരം ത്തിനോട് സംസാരിക്കുകയും ചെയ്ത ഭാഗങ്ങളാണ്. അപ്പോൾ പുരുഷാരം വരുന്നത് കൊണ്ട് യേശു ക്രിസ്തു ഒരു മലയുടെ മുകളിൽ കയറിയിരിക്കുകയും, അതായത് അവിടെ ഇരുന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് ശിഷ്യന്മാരും അവിടെ വന്നു. പലരും ധരിച്ചിരിക്കുന്നത് ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്ത ഒരു പഠിപ്പിക്കലാണ്, പ്രഭാഷണമാണ്. അല്ല, അവിടെ കണ്ടമാനം ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങൾ ഭാഗ്യവർണ്ണന എന്നുള്ള പേരിൽ യേശു ക്രിസ്തു പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ ബീറ്റിറ്റ്യൂഡ്സ് എന്നാണ്, ഗ്രേറ്റ് ഹാപ്പിനെസ്, മഹാസന്തോഷം, അല്ലെങ്കിൽ ബ്ലസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നതിനുള്ള കാര്യങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 4 കാര്യങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർഗരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. 2 വാക്യങ്ങൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 5:3 അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. അതുപോലെ തന്നെ 5:10 നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് സ്വർഗരാജ്യം. 5:8 ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. 9 സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അങ്ങനെ 4 കാര്യങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തത് ആത്മാവിൽ ദരിദ്രരായവരെ, രണ്ടാമത് നീതി നിമിത്തം പീഡിക്കപ്പെടുന്നവരെ, അത് രണ്ടും സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണാൻ കഴിയുക, അവർ ഭാഗ്യവാന്മാരാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. അങ്ങനെ 4. പിന്നെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവര് ആശ്വാസം ലഭിക്കുക. 5:4 ദുഃഖം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ഭൂമി എന്നുള്ള ആ ഒരു ഇതിൽ പറയുന്നത് ലാൻഡ് പ്രോപ്പർട്ടി കൈവശമാക്കും എന്നുള്ളതാണ് ശരിക്കും. പിന്നെ കരുണയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. 5:7 അപ്പോൾ ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, കരുണയുള്ളവർ, അവരൊക്കെ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. പിന്നീട് 8ാമത്തെ കാര്യം, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർക്ക് സംതൃപ്തി വരും. ഷാൽ ബി ഫിൽഡ് എന്നാണ് ഇംഗ്ലീഷിൽ. അങ്ങനെ 8 കാര്യങ്ങളാണ് കർത്താവ് യേശു ക്രിസ്തു ആ ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം മാത്രമാണ്. നമുക്ക് അതിനായിട്ട് ബൈബിളിലൊന്ന് വായിച്ച് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 3:11. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇതിലൊന്നാമത്തെ കാര്യം മാത്രം 5:3 ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പോൾ ആത്മാവ് എന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും അല്പം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. മനുഷ്യനെ 3 ഭാഗങ്ങളാണുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. അതായത് നമ്മൾ കാണുന്ന ശരീരം,
അതിനകത്ത് ഒരു ദേഹി എന്ന് പറയുന്ന സോള്, അതിനകത്ത് ആത്മാവ്, സ്പിരിറ്റ്. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ 5:23, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാണ്. അതായത് ആത്മാവ്, പ്രാണൻ, ദേഹം, ഇത് മൂന്നും ഉണ്ട് എന്നുള്ളത് ബൈബിളിലെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിലെ എല്ലാ മതങ്ങളും ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. 2 മതം മാത്രമേ അതിൽ നിന്നുള്ളൂ. ഒന്ന് ബുദ്ധമതവും ജൈനവും. 5 ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ബോഡിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ബോഡിക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്. കണ്ണിൽ കൂടി കാണുന്നു, ചെവിയിൽ കൂടി കേൾക്കുന്നു, മൂക്കിൽ കൂടി മണക്കുന്നു, ത്വക്കിൽ കൂടി രുചിക്കുന്നു, ത്വക്കിൽ കൂടി സ്പർശനം ഉണ്ടാകുന്നു, നാക്കിൽ കൂടി രുചിക്കുന്നു. ഇതേപോലെ തന്നെ ദേഹിക്കും 3 ഭാഗങ്ങളുണ്ട്. സോളിന്, അതായത് വില്ല്, മൈൻഡ് ആൻഡ് ഇമോഷൻ. അതായത് നമുക്ക് ഇച്ഛാശക്തി ഉണ്ട്, നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ്, സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ മനസ്സുണ്ട് നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് വികാരങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിൽ, മൈൻഡ്, ഇമോഷൻസ്, ഇച്ഛാശക്തി, മനസ്സ്, വികാരം. ഇതേപോലെ തന്നെ ആത്മാവിന് 3 ഭാഗങ്ങളുണ്ട്. അതായത് ഒന്ന് കൺസൈൻസ് എന്ന് പറയും, മനസ്സാക്ഷി. രണ്ടാമത് ഇൻഡ്യൂഷൻ എന്ന് പറയും, അതായത് കോൺഷ്യസ്നെസ് ഇൻ മാൻ സ്പിരിറ്റ്, മനുഷ്യന്റെ ആത്മാവിലുള്ള ഒരു ബോധം. അത് നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവിൽ നിന്നുണ്ടാകുന്ന ഒരു തോന്നലല്ല, അത് നേരിട്ട് ദൈവത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിലൂടെ ലഭിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഈ ആത്മാവിൻ്റെ മറ്റൊരു ഭാഗം ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ളൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ദൈവമായിട്ടുള്ളൊരു കൂട്ടായ്മ. അത് അങ്ങനെ 3 ഭാഗങ്ങളാണ് ആത്മാവിനുള്ളത്. ഒന്നാമത്തത് നമ്മുടെ മനസാക്ഷി, രണ്ടാമത്തെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന നമുക്ക് പുറമെ നിന്ന് ലഭിക്കുന്ന തോന്നലുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലാതെ ദൈവം, പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് പലപ്പോഴും നമ്മൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ആളുകൾ ഞാൻ ആത്മാവിൽ അങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ചിലപ്പോൾ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെയുണ്ട്, അവരുടെ മനസ്സിൽ അത് ദൈവം തോന്നിപ്പിക്കുന്നതാണ്. അതാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഈ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ് വരുന്നത്. അതുപോലെ തന്നെ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് മനസ്സ്, ഇച്ഛാശക്തി, വികാരങ്ങളൊന്നും ഈ അറിവിന് ആവശ്യമില്ല. ഈ ആത്മാവിലെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ തോന്നലുകൾ ഉണ്ടാകുന്നതിന് നമ്മുടെ മനസ്സോ നമ്മുടെ ഇച്ഛാശക്തിയോ വികാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ദൈവികമായ വെളിപ്പെടുത്തലുകളും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഇടപെടലുകളും ഈ ഇൻഡ്യൂഷനിലൂടെ വിശ്വാസികൾക്ക് അറിയാവുന്നു, ലഭിക്കുന്നതാണ്. അപ്പോൾ ദൈവിക വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം നമ്മളൊരു വിഷയം പ്രാർത്ഥിച്ചു, അപ്പോൾ നമുക്ക് അതിൽ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കണം. ഇപ്പോൾ ഒരു പ്രത്യേക വിഷയം വെച്ച് പ്രാർത്ഥിച്ചാൽ ഇതിനകത്ത് എന്തു ചെയ്യണം കർത്താവേ, അത് ചെയ്യണമോ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ ദൈവം അത് വെളിപ്പെടുത്തി തോന്നലുകൾ കൂടി നൽകും. അതിനാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളൊക്കെ തന്നെ ഇൻഡ്യൂഷനിൽ കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നതിനാണ് ബോധമണ്ഡലം, ശരീരത്തിൽ കൂടിയാണ് നമ്മൾ വേൾഡ് കോൺഷ്യസ് ആവുന്നത്, ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത്. നമ്മൾ സ്വയം നമുക്ക് തന്നെ നമ്മുടെ സെൽഫ് കോൺഷ്യസ്, നമ്മുടെ സ്വയാവബോധം ഉണ്ടാകുന്നത് ഈ ദേഹിയിൽ കൂടിയാണ്, സോളിൽ കൂടിയാണ്, നമ്മുടെ മനസ്സ്, ഇച്ഛാശക്തി, വികാരങ്ങളിൽ കൂടിയൊക്കെയാണ് നമുക്ക് സ്വയാവബോധം ഉണ്ടാകുന്നത്. നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്, ഗോഡ് കോൺഷ്യസ് ഉണ്ടാകുന്നത് നമ്മുടെ ആത്മാവിൽ കൂടിയാണ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്.
അപ്പോൾ ആരാധനയെക്കുറിച്ച് എവിടെയാണ് ആരാധിക്കുന്നത് ശമരിയൊക്കെ അല്ല ആശ്രയമായിട്ട് സംസാരിച്ച ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യനമസ്കാരികൾ എവിടെയാണ് പിതാവിന് സത്യത്തിലും ആത്മാവിലുമാണ് നമസ്കരിക്കുന്നത് രേഖപ്പെടുത്തിയത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സത്യനമസ്കാരികൾ, അതായത് ട്രൂ വർഷിപ്പേഴ്സ്, അവർ പിതാവാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലുമാണ് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ വർഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അത്രയും വിശുദ്ധമായിരിക്കണം. കള്ളത്തരങ്ങളോ കള്ളങ്ങളോ ഒന്നും പാടില്ല. സത്യം എന്നത് ദൈവം തന്നെയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ സത്യമില്ലാത്തൊരവസ്ഥയിലെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളോ പാപങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റു പറഞ്ഞ് വിശദീകരിച്ചതിന് ശേഷം വേണം ദൈവത്തെ ആരാധിക്കാൻ. അതുപോലെ തന്നെ ആത്മാവിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് ആത്മാവിൽ ആരാധനയ്ക്ക് വേണ്ടത്. ഒന്ന്, ദൈവത്തിന് ബഹുമാനം കൊടുക്കുക, റെവറൻസ് ആൻഡ് റെസ്പെക്ട് ടു ഗോഡ്. ബഹുമാനത്തോടുകൂടിയായിരിക്കും ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് നിൽക്കേണ്ടത്. പിന്നെ ആരാധന എന്ന് പറയുന്നത് ഒരു സ്നേഹ പ്രകടനമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ആരാധന. അതുപോലെ തന്നെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി പറയുന്നതാണ്, സ്തോത്രം പറയുന്നതാണ്. ദൈവം തന്നിട്ടുള്ള നന്മകളെ ഓർത്തുകൊണ്ട്, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജീവനെ ഓർത്തുകൊണ്ട്, ആത്മരക്ഷയെ ഓർത്തുകൊണ്ട്, സമാധാനത്തെ ഓർത്തുകൊണ്ട്, സന്തോഷത്തെ ഓർത്തുകൊണ്ട് ഒക്കെ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നതിനാണ് നമ്മൾ വർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വർഷിപ്പിന് പോകുമ്പോൾ നമ്മൾ മനസ്സിനകത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. അത് ഏറ്റവും വലിയ റവറൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് റെസ്പെക്ട്, അല്ലെങ്കിൽ കൂടിയ അളവിലുള്ള ബഹുമാനത്തിനാണ് റവറൻഡ് എന്ന് പറയുന്നത്. റവറൻഡ് ഫാദർ നമുക്ക് അച്ഛന്മാരെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ബഹുമാനം എന്നാണ്. ആ ബഹുമാനത്തോടു കൂടി വേണം ദൈവസന്നിധിയിൽ നമ്മൾ ആരാധനയ്ക്ക് നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് ആരാധന. അത് നമ്മുടെ ആത്മാവിലാണ് ആ സ്നേഹപ്രകടനം. അത് നമ്മുടെ മനസ്സിലേക്ക് പകരും, നമ്മുടെ ശരീരത്തിലേക്കും പകരും. അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്. മാത്രമല്ല നമ്മൾ നന്ദി പറയാൻ, സ്തോത്രം പറയാനായിട്ട് കടപ്പെട്ടവരാണ്. എപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയുക എന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആത്മാവ് ഇല്ല എന്ന് പറയുന്ന വിഭാഗം ആളുകളാണ് ജൈനമതത്തിലും ബുദ്ധമതത്തിലുള്ള ആളുകൾ. ബാക്കി എല്ലാ മതങ്ങളും, ഹിന്ദു മതമായാലും മുസ്ലിം മതമായാലും വേറെ എല്ലാ മതങ്ങളിലും മനുഷ്യന് ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചും അങ്ങനെ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള വചനങ്ങളൊക്കെ നമ്മുടെ ബൈബിളിനകത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാരാണ്. ഇപ്പം ദാരിദ്ര്യം എന്നുള്ള വാക്കാണ് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ്. പോവർട്ടി എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പം എപ്പോഴും നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കാൻ ആഗ്രഹിക്കരുത്. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും BPL കാർഡ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ BPL ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. APL ഉള്ളവർ പോലും എങ്ങനെയാണ് BPLക്ക് വരിക? ബിലോ പോവർട്ടിയിലായിരിക്കും, അതായത് ദാരിദ്ര്യത്തിലേക്ക് താഴേക്ക് വരാൻ ആഗ്രഹിക്കും. അങ്ങനെയല്ല ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ ദാരിദ്ര്യത്തിലാണെങ്കിൽ നിങ്ങൾ എബവ് പോവർട്ടി ലൈൻ, ദാരിദ്ര്യത്തിലേക്ക് മുകളിൽ വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ലോകപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ഒരു BPL കാർഡുകാർക്ക് പല ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നു. അരി ഫ്രീ ആയിട്ട് കിട്ടും, പല സാധനങ്ങളും ഫ്രീ ആയിട്ട് കിട്ടും, ആശുപത്രി ചികിത്സ ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം മാക്സിമം കിട്ടാവുന്നത്, ഒരു BPL കാർഡ് ഉടമയ്ക്ക് കിട്ടാവുന്നത് സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും. എന്നാൽ APL ആയിട്ട് ദൈവത്തിൻ്റെ മകനും മകളായി തീർന്ന് ഹോട്ടലായിട്ട് മുകളിലായി കഴിഞ്ഞാൽ ദൈവം നമുക്ക് ധാരാളം പണം അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി നൽകാനുള്ള വഴികളൊക്കെ കാണിച്ചു തരും. അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലായിട്ട് വരാനായിട്ട് കഴിയും. ദാരിദ്ര്യത്തിലായിരിക്കുക എന്നുള്ളതല്ല വേണ്ടത്, നമ്മൾ ഉന്നതിയിലേക്ക് വരണം.
ദാരിദ്ര്യത്തിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിക്കണം. നമുക്ക് പലതരം പോവർട്ടിയെ കുറിച്ച് അറിയാം. ഫൈനാൻഷ്യൽ പോവർട്ടി, സാമ്പത്തിക ദാരിദ്ര്യം, ഇമോഷണൽ പോവർട്ടി എന്ന് പറയുന്നത് വികാരപരമായ ദാരിദ്ര്യം, ഇന്റലക്ച്വൽ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായ ദാരിദ്ര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്നത്. ആത്മാവാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായി എന്നാൽ നമുക്ക് സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ആ ആത്മാവിൽ ദരിദ്രരായിരുന്നുള്ള അവരുടെ മാനസികാവസ്ഥ എനിക്ക് എങ്ങനെയെങ്കിലും ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മാറണം എന്നുള്ളതാണ്. ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അതുപോലെ തന്നെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതാണ്. ആ രണ്ടുമാണ് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ദരിദ്രനാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ദാരിദ്ര്യം മാറ്റണമെന്ന് വിചാരിച്ച് നമ്മൾ അതിനാവശ്യമായ ഭക്ഷണം, ദൈവവചനം ധാരാളമായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനായിട്ട് കഴിയും. മാത്രമല്ല, ആത്മാവിൽ നമ്മൾ സമ്പന്നരായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പം ആത്മാവിൽ ദരിദ്രനായവർക്കുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവർക്ക് ആ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അപ്പം അതിനെന്താ വഴിയെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനം ധാരാളം വായിക്കുകയും പഠിക്കുകയും അത് നമ്മൾ സ്വായത്തമാക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ദൈവമക്കളായിത്തീരും. അപ്പം നമ്മുടെ ആത്മാവിലുള്ള ദാരിദ്ര്യം മൂലമാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് ഇടയായത്. അത് ചിന്തിച്ച് നമ്മൾ ആത്മാവ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ദൈവരാജ്യം അവർക്ക് എന്ന് പറയുന്നത്. ആത്മാവിൽ ദരിദ്രനായവർക്ക് മനസാക്ഷി ഇല്ലാത്തവരാണ് അവർ. ഈ ആത്മാവിൻ്റെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ. ഒന്ന് മനസാക്ഷി, മറ്റൊന്ന് ഇൻഡ്യൂഷൻ, അതായത് തോന്നലുകൾ, മറ്റൊന്ന് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ആത്മാവിൽ ദരിദ്രരായവർ ഈ 3 ഇല്ലാത്തവരാണ്. അവർക്കൊരു മനസാക്ഷി ഉണ്ടാവില്ല. മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡ്യൂഷൻ ഇല്ലാത്തവർ, അവർക്ക് ഈ നേടിയ ബുദ്ധി മാത്രമേ ഉള്ളൂ. അവർ ദൈവത്തിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുകളോ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മാത്രമല്ല, അവർ ദൈവമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഫെലോഷിപ്പില്ല, കൂട്ടായ്മയില്ലാത്തവരായിരിക്കും. ഇവർക്ക് ആത്മാവിൽ സമ്പന്നനാകാനുള്ള ആഗ്രഹം, അത് ശക്തരാകാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കും, ശക്തരാകും. അവർക്കാണ് സ്വർഗരാജ്യം. അപ്പം നമ്മൾ ആത്മാവിൽ ദരിദ്രനാണെന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവുകയും ദൈവമേ നിന്റെ സഹായം വേണം എന്ന തോന്നൽ ഉണ്ടാവുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയും ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് കർത്താവേ എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ നടത്തുകയും എന്നെ ആത്മാവിൽ സമ്പന്നനാക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആയിത്തീരാനായിട്ട് കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഈ വചനത്തിൽ കൂടി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച 8 ഭാഗ്യവർണ്ണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർണ്ണനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആത്മാവിൽ ദരിദ്രരായവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. ബോഡിയെക്കുറിച്ചും നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ദേഹിയെക്കുറിച്ചും നമ്മുടെ ആത്മാവിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ബോഡിയിലുള്ള 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് നമുക്കറിയാം. പലർക്കും അറിയില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവരെ മനസ്സിലാക്കണം. അതിൽ കൂടിയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ്. അതുപോലെ തന്നെ ദേഹിയുടെ 3 ഭാഗങ്ങളാണ് ഇച്ഛാശക്തി, മനസ്സ്, വികാരങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വയമായിട്ട് ഒരു അവബോധം ഉണ്ടാകുന്നതിന് സെൽഫ് കോൺഷ്യസ് ആകുന്ന ഭാഗമാണ് ദേഹി എന്ന് പറയുന്നത്. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗോഡ് കോൺഷ്യസ് ആണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നതിനാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത്. കൺസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗമാണ് അതിനുള്ളത്. മനസാക്ഷി ഉണ്ടാവും, സ്പിരിറ്റ് ഉണ്ടാവുന്നത്. രണ്ടാമത് ഇൻഡ്യൂഷൻ ഉണ്ടാവും, തോന്നലുകൾ ഉണ്ടാവും. മാത്രമല്ല ദൈവമായിട്ടൊരു ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഈ സ്പിരിറ്റിൽ, അതായത് ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്ന മറ്റൊരു കാര്യം. നമ്മൾ സ്നാനം ഏൽക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ മാമോദിസ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ വന്ന് നിറയുകയും നമ്മുടെ ആത്മാവിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവം. ജലത്താലും
പരിശുദ്ധാത്മാവിലും സ്നാനം ഏൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. നമ്മുടെ ആത്മാവിനാണ് സ്നാനം ലഭിക്കുന്നത്, അഭിഷേകം ലഭിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ ശക്തി പ്രാപിക്കും നമ്മൾ. അപ്പോൾ ദൈവമായിട്ടുള്ള നല്ലൊരു കോണ്ടാക്റ്റിൽ, കമ്പാനിയൻഷിപ്പിൽ, ഒരു നല്ലൊരു ബന്ധത്തിൽ നമ്മളായിത്തീരും. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ ലഭിക്കും. ദൈവത്തിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളൊക്കെ നമ്മുടെ ആത്മാവിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, സംസ്കാരികൾ സത്യത്തിലും ആത്മാവിലുമാണ് നമസ്കരിക്കുന്നത് എന്ന്. ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ചെയ്യുക, ആരാധിക്കുന്നത്, സത്യ ആരാധികൾ. പിതാവാം ദൈവത്തെ ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു ആ ശമരിയ സ്ത്രീയോട് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആത്മാവിൽ നമസ്കരിക്കുവാനും ദൈവത്തെ വർഷിപ്പ് ചെയ്യാനും വരണം. അതിന് ആത്മാവ് എന്താണെന്ന് പോലും അറിയാത്തവരും പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയാത്തവരായിട്ടുള്ള അനേക ആളുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളിൽ ആത്മാവുണ്ടെന്നും ആ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ദൈവവചനമാണ്. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ദൈവവചന ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മാവിൽ സമ്പന്നരായിത്തീരുന്നത്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോഴും നമ്മൾ ആത്മാവിൽ സമ്പന്നരായിത്തീരും. ആത്മാവിൽ സമ്പന്നരായിത്തീരുമ്പോഴാണ് നമുക്ക് സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുന്നത്. അപ്പം ദരിദ്രനാണെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവണം. അത് ദൈവമേ, എനിക്ക് നിന്റെ സഹായം വേണം, ഞാൻ ആത്മാവിൽ ഒന്നുമല്ല, ആത്മാവിൽ ഞാൻ വളരെ താഴെ ലെവലിലാണ്, ബിലോ പോവർട്ടി ലൈനാണ്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. എനിക്ക് നല്ലൊരു മനസ്സാക്ഷിയില്ല. എനിക്ക് ദൈവത്തിൽ നിന്നുള്ള ദൈവിക ഇടപെടലുകളോ വെളിപ്പെടുത്തലുകളോ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളോ ഒന്നും ലഭിക്കുന്നില്ല. ഞാൻ കർത്താവെ, നീയുമായിട്ട്, യേശുവെ, അങ്ങുമായിട്ട് എനിക്ക് ഒരു കൂട്ടായ്മയും ഇല്ല എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുമ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ ശ്രമിച്ച് നമ്മൾ ആത്മാവിൽ ശക്തി പ്രാപിക്കുകയും ആത്മാവിൽ നമ്മൾ സമ്പന്നരാകുകയും ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം അവർക്കുള്ളത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഈ ഭാഗം നമ്മളിപ്പോൾ ധ്യാനിക്കാനിടയായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ആത്മാവിൽ സമ്പന്നരാകാനായിട്ട് തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് 3-ാം വാക്യത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സമ്പന്നരായി ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാനിടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ഈ സമയത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് നീ തന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, അവിടുന്ന് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ കൂടെ കടന്നു പോകാൻ ഞങ്ങളെ നീ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവ കേൾക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു ദൈവമേ. അവിടുന്ന് കർത്താവേ, ആത്മാവിൽ ഭാഗ്യവാന്മാരുടെ സ്വർഗ്ഗരാജ്യം ലഭിക്കുമെന്ന് പറഞ്ഞ് കേട്ട ആ വചനത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കും സ്വർഗ്ഗരാജ്യം ലഭിക്കുമെന്ന് അവിടുന്ന് നീ കൽപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഗിരി പ്രഭാഷണത്തിലൂടെ അനേകം കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായി ദൈവമേ. സമിതിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ തമ്പുരാനെ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു ദൈവമേ. അവർക്ക് കർത്താവെ നിന്റെ സന്തോഷ സമാധാനം കൊണ്ട് നിറയുവാൻ നീ അവർക്ക് സഹായിക്കണമേ. കരുണുള്ളവർ ഭാഗ്യന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞ തമ്പുരാനെ, അവിടുന്ന് കർത്താവെ മറ്റുള്ള എല്ലാവരോടും കരുണ കാണിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന് ഉത്തരമാർന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ തമ്പുരാനെ, അവിടുന്ന് കർത്താവെ സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളിൽ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം തരുന്ന സമാധാനമല്ല, ദൈവം തരുന്ന സമാധാനം എന്നറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായ നോർത്ത് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുവാനും സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ശരീര മനസ്സ് ആത്മാവ് പൂർണ്ണമായി നിനക്ക് വേണ്ടി കീഴ്പ്പെടുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ.
അവിടുന്ന് ആത്മാവിൽ വന്ന് നിറയണമേ. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കാൻ തക്കവണ്ണം എല്ലാ മക്കളെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയതായ ഹൃദയ സമാധാനം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ആ സമയത്ത് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അറിഞ്ഞതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. സത്നമസ്കാരികൾ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നത് പോലെ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം വായിക്കാനും മനനം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ട കൃപ നൽകണമേ. പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, വളരെയധികം പ്രശ്നങ്ങൾ പ്രയാസങ്ങളിൽ കൂടെ ഈ ലോകം കടന്നു പോകുന്നു കർത്താവേ. എല്ലാ മക്കളുടെ മേൽ കർത്താവേ നിന്റെ ശക്തി അയച്ചു കർത്താവേ സമാധാനം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകർ കർത്താവേ ഇന്നലെ രാത്രിയെന്നും എല്ലാം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ മരണപ്പെട്ടവരുടെ ഭവനത്തിലേക്ക് നീ കടന്നു ചെല്ലണമേ. അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരെയും നീ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നലെ കർത്താവേ ഉരുൾപൊട്ടലുണ്ടായി കർത്താവേ അനേക പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ദൈവമേ. അവിടുത്തെ സങ്കടങ്ങളും പ്രശ്നം പ്രയാസങ്ങളും കർത്താവേ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു ദൈവമേ. ഈ കാലവർഷക്കെടുതിയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഉരുൾപൊട്ടാതെ മലകൾ ഉരുണ്ട് വീഴാതെ പാറക്കെട്ടുകൾ വീഴാതെ കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ഭവനങ്ങളൊന്നും നശിക്കാതെ കർത്താവ് ലോകത്തിലെ എല്ലാ ഭവനങ്ങളെയും കർത്താവ് നീ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. മരണപ്പെട്ട അവരെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അവരുടെ ബന്ധുമിത്രാദികളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ആ ദുഃഖത്തിന്റെ മധ്യത്തിൽ കർത്താവെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് രാത്രിയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ വിമാനം അവിടുന്ന് മറിഞ്ഞ് കർത്താവെ അനേകർക്ക് അപകടം പറ്റി മരണം പറ്റി എന്നറിയുവാനിടയായി കർത്താവെ. അതും ഞങ്ങളുടെ ദുഃഖത്തിലേക്ക് വഴി നടത്തുന്നു ദൈവമേ. അവിടുന്ന് ആ മരണപ്പെട്ട ഭവനങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ. അവരുടെ ബന്ധുമിത്രാദികളെല്ലാം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നിന്റെ കോപം ഞങ്ങളുടെ മേൽ വെക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷത്തിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊറോണ വൈറസ് മൂലം അനേകര് കർത്താവേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു കർത്താവേ. അനേകര് രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ വീണ്ടും വരുന്ന ഈ അതിദാരുണമായ സംഭവങ്ങളിൽ മേൽ ഞങ്ങൾക്ക് സമാധാനം ആസ്വാദിക്കുകയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ രോഗികളായിരിക്കുന്ന എല്ലാവരും നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വൈറസ് രോഗികളെ എല്ലാവരും നീ സുഖപ്പെടുത്തണമേ കർത്താവേ. ദൈവമേ, അവിടെ കർത്താവേ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് കർത്താവേ ഇരുൾ പൊട്ടിയ സ്ഥലത്ത് കർത്താവേ നീ അവിടെ ചെന്ന് കർത്താവേ അവിടെ സമാധാനം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ. അവിടെ മുഴുവൻ പറ്റിയുള്ള എല്ലാവരെയും നീ അവിടുന്ന് തുടർന്ന് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്നലെ വിമാനത്തിൽ പെട്ട് കർത്താവെ അപകടത്തിൽപ്പെട്ട് കർത്താവെ രോഗികളായി തീർന്ന എല്ലാവരെയും നീ സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കിടക്കുന്ന ആസ്പത്രികളിലേക്ക് എല്ലാം കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ വിളിച്ചപേക്ഷിക്കാനും നിന്നെ ആരാധിക്കാനും സ്തുതിക്കുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഉള്ളങ്ങളെയും നീ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കാൻ തക്കവണ്ണം കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഈ അവസരത്തിൽ ദൈവമേ കാലാവസ്ഥ ഞങ്ങൾക്ക് സുഖകരമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിദാരുണമായി കടന്നു കർത്താവെ മരണപ്പെട്ടവരുടെ അടുക്കിലേക്ക് കടന്നു നിന്ന് കർത്താവെ നിന്റെ കൃപ രാജ്യങ്ങളിൽ മേൽ കർത്താവ് സ്ഥലങ്ങളിൽ മേലെല്ലാം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിക്കുന്നവരോടൊപ്പം കർത്താവെ അവിടുന്ന് ചേരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ദുഃഖങ്ങളും നിന്നിലേക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു ദൈവമേ. അവിടുന്ന് ആശ്വാസം നൽകണമേ. നിന്റെ കൃപ കൊണ്ട് അവരെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ പിൻപറ്റി ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ നിന്ന് മാറിപ്പോകാൻ ഇടവരുത്താതെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കാൻ തക്കവണ്ണം നല്ല ചിന്തകളെ തന്നുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കാനും വചനം വായിക്കുവാനും കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഓരോ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടപ്പെടുന്നവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനം ഉണ്ടാക്കുന്നവരെ നീ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹൃദയശുദ്ധിയായി നടക്കുന്നവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടപ്പാടും ദുഃഖവും പ്രയാസങ്ങളും രോഗങ്ങളിൽ നിന്നെല്ലാം എല്ലാവരെയും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകി കർത്താവെ എല്ലാവർക്കും ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും കർത്താവെ ഭയത്തിൽ നിന്ന് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വൈറസിന്റെ വ്യാപനത്തിൽ നിന്നെല്ലാം തടയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ക്വാറന്റൈനിലുള്ള എല്ലാ മക്കളും കർത്താവെ സൗഖ്യപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. എല്ലാ പോസിറ്റീവ് കേസുകളും നെഗറ്റീവ് ആക്കി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രാജ്യങ്ങളെ അനുഗ്രഹിക്കണമേ, ലോകത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യാപനം തടയുവാൻ തക്കവണ്ണം നിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ നോക്കുന്ന ദൈവമേ
അവിടുന്ന് ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവമേ, അവിടുന്ന് കർത്താവ് സകലരുടെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ, പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരക്തം ഞങ്ങളുടെ മേൽ വീഴുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി എല്ലാവരെയും ശുദ്ധി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അറിഞ്ഞറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും നീ ക്ഷമിക്കണം, പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സൃഷ്ടികളായ എല്ലാ മക്കളോടും കർത്താവേ, സൃഷ്ടാവായ ദൈവമേ, അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. കർത്താവേ, ഓരോ മക്കളെയും തരുന്നു. കർത്താവേ, നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാരം നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഹൃദയത്തിന് വലിയ സമാധാനം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമേ. കാലാവസ്ഥകളെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമാധാനം അന്തരീക്ഷത്തിലായിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തെ നീ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് കർത്താവേ, വേണ്ട ആലോചനകൾ തരുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമായി പോകാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ സാധനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ സ്കൂളുകളെ തുറക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. രോഗം അവിടുന്ന് നിന്ന് കിട്ടുവാൻ തക്കവണ്ണം, അവിടുന്ന് വൈറസിന്റെ ആ ഉപദ്രവം നിന്ന് കിട്ടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. മക്കളെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ, വലിയ മക്കളെ അനുഗ്രഹിക്കണം, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, വയസ്സെന്നവരെ അനുഗ്രഹിക്കണം, ദമ്പതികളെ അനുഗ്രഹിക്കണമേ, ഗർഭിണികളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടെ വിവാഹം കഴിയാത്തവരെ അനുഗ്രഹിക്കണമേ, വിവാഹം കഴിഞ്ഞവരെ ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനാഥരായവരെല്ലാം നീ സംരക്ഷിക്കണമെന്ന് വാഗ്ദത്തം ചെയ്തവനെ, നിങ്ങളെ സനാഥരാക്കി എല്ലാവരെയും നീ അവിടുന്ന് കർത്താവിന്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാൽവരിൽ ചെറിയ രക്തം കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും പൊതിയുന്നു. ലോകത്തിലെ എല്ലാ മക്കളെയും പൊതിയുന്നു. കർത്താവേ, എല്ലാവർക്കും പൂർണ്ണ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, സകല വൈശാലിക അന്ധകാര ശക്തിയിൽ നിന്ന് നിങ്ങളെ ഓരോരുത്തരും വിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വൈറസിൽ നിന്ന് നിങ്ങളെ വിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, അവിടുന്ന് കർത്താവേ, ഉരുൾപൊട്ടല് കർത്താവേ, അവിടുന്ന് മഴവെള്ള പാച്ചൽ കർത്താവേ, അതിനെല്ലാം വിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരം എല്ലാ ഭാഗത്തേക്ക് ഇടുക്കിയിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള മലപ്രദേശങ്ങളിലേക്ക് എല്ലാം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കർത്താവേ അവസ്ഥകളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പ അവിടുന്ന് നീ കൃപ ചെയ്ത് ഞങ്ങളോട് മനസ്സലിഞ്ഞ് കർത്താവേ, എല്ലാവർക്കും ആശ്വാസ സമാധാനം നൽകി കർത്താവ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം ഞങ്ങളെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമൃദ്ധവും സഹവാസവും നമ്മളെല്ലാവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണം.